ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്തും നമ്മുടെ ഉള്ളിൽ ഒരു സംഘർഷം ഉടലെടുക്കുന്നുണ്ട്. ജന്മന നമുക്ക് കിട്ടിയ മനസാക്ഷിയും ഈ ലോകജീവിതം നമുക്ക് സമ്മാനിച്ച ലോകസാക്ഷിയും തമ്മിൽ. എൻ്റെ ആദ്യത്തെ പെണ്ണുകാണല്ലോ കേട്ടോ. എനിക്കിഷ്ടമായി. ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് പറയണമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ലിൻസി പറഞ്ഞത്. എനിക്കും റോബിനെ ഇഷ്ടമായി. പക്ഷേ എന്നെ കെട്ടുന്നവൻ നിർബന്ധമായി അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് പറയാനാണ് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ ഫ്രാങ്കായ ഒരാളാണ്. ലിൻസിക്ക് എന്നോട് എന്തോ ഓപ്പണായിട്ട് പറയാം. ഞാനത് പോസിറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. എനിക്ക് നേരത്തെ ഒരാളുമായി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇനിയൊരു തീരുമാനം എടുക്കേണ്ടത് റോബിനാണ്. തീരുമാനം എന്തായാലും എന്നെ തന്നെ വിളിച്ചറിയിക്കണം കേട്ടോ. നല്ലോണം ആലോചിക്കണം കേട്ടോ. എന്താ ഇപ്പൊ പ്രശ്നം? എടാ, നേരെ നോക്കി സെക്സ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒരു പെണ്ണ് പറയാന്ന് വെച്ചാ അവളെയൊക്കെ കെട്ടാൻ പറ്റുമോ? അതിപ്പോ എന്താ, അവൾക്കില്ല ഒരു പേഴ്സണാലിറ്റി. അവൾക്ക് പറയാനുള്ള അവൾ സ്ട്രോങ് ആയി പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. എന്നാലും ഇതൊക്കെ അറിഞ്ഞോണ്ട് എങ്ങനെയാടാ കെട്ടുക? അതിനെന്താ, അവളുടെ ശരീരത്തിലല്ലേ കളങ്കമുള്ളൂ, മനസ്സിലില്ലല്ലോ. മനസ്സിലില്ലാത്ത എത്ര ഉറപ്പ്? അതിപ്പോ ഏത് കാര്യത്തിലാ ഉറപ്പുള്ളത്? ഇപ്പൊ നീ ഇവിടെ ഉപേക്ഷിച്ച് വേറെ എത്തി നോക്കുന്നു. അവൾ ആരൊക്കെ കൂടെ പോയതാന്ന് ആർക്കറിയാം. ഇവിടെ അറ്റ്ലീസ്റ്റ് അത് പറയാനുള്ള മനസ്സെങ്കിലും കാണിച്ചില്ല. ബാക്കിയുള്ളവർ എന്തൊക്കെ ഹൈഡ് ചെയ്യുന്നതാ. അവളെ നിനക്കത്ര ഇഷ്ടപ്പെട്ടതല്ലേ? ഏതായാലും നന്നായിട്ടൊന്ന് ആലോചിക്കും. നീ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ. അത്യാവശ്യം സോഷ്യലായി ഇത്രയും നാൾ ജീവിച്ചതുവാ. വേറൊരുത്തന്റെ കൂടെ കിടന്നവളെ സ്വീകരിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ലടാ. എന്റെ പൊന്നടാവേ, ശരീരത്തിലൊന്നുമല്ല വിർജിനിറ്റി. നമ്മളെ പോലെ വിദ്യാഭ്യാസം ഉള്ളവരെങ്കിലും മനസ്സിലാക്കണ്ടേ. അവൾക്ക് വേണമെങ്കിൽ ഇത് പറയാതിരിക്കാമായിരുന്നു.